വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായികയെ കണ്ടെത്തിയത്. വിളിക്കട്ടെ? യെസ്. കുട്ടി വരൂ. കേട്ടോ അമ്മേ, കൂടെ ഉണ്ടാവണം. അറിയാലോ, എന്റെ പേര് ആതിര. ഇതാരാ? ഇത് നമ്മുടെ പുതിയ പയ്യനാ, യൂത്തിന്റെ. മനസ്സിലായി. നമ്മുടെ ചക്കയാണ് നമ്മുടെ ചിഹ്നം. നീ ചക്കയൊക്കെ ഇവിടെ സംഘടിപ്പിച്ചു. ഒപ്പം ഉണ്ടാവണം, നന്നായി ജീവിക്കണ്ടേ, മാറ്റം വരണം, ഉണ്ടാവണം. കൂടെ ഉണ്ടാവുമല്ലോ. ഒരു കാശിന് കൊള്ളുകയില്ല, 9 കാശിന് ഉപദ്രവവും. ഇങ്ങനെ വെറുതെ നടന്നാ പോരാ, നമ്മുടെ യൂത്ത് വിങ് ഒന്ന് ഉഷാറാക്കണം. ഞാനേ വൈകിട്ടത്തേക്കുള്ള അധ്യക്ഷ പ്രസംഗം ഒന്ന് എഴുതി പഠിക്കുകയായിരുന്നു. എന്ത് പ്രവർത്തനത്തിനും ആവേശം വരാൻ ഒരു പ്രസംഗം അത്യാവശ്യമാണ്. ചൊക്കി 365 ദിവസവും റേഷൻ കിട്ടുന്നുണ്ട് അല്ലേ? നമ്മുടെ ഹൈവേ റോഡുകൾ, മെട്രോ, മികച്ച ഗതാഗതം, മികച്ച വിദ്യാഭ്യാസം, ഇതൊക്കെ ആരാ നമുക്ക് തന്നത്? ദാസ, നിന്റെ ചെറിയ ബുദ്ധിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ ആലോചിച്ചു വിഷമിച്ചാ മതി. നീ ഇപ്പോ നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. പല രഹസ്യങ്ങളും തുറന്നു പറയുകയാണെങ്കിൽ ഒരു ഉളുപ്പമില്ലാതെ അതിന്റെ ക്രെഡിറ്റ് വെറുതെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. നല്ല സെലക്ഷൻ. ഇവരാ കടമ്പം കുടുംബം കംപ്ലീറ്റും കുളം തോന്നി. രാഷ്ട്രീയ ബോധം എന്ന് പറഞ്ഞ സംഖ്യക്ക് 0 ആണ്. കാരണം രാഷ്ട്രീയം പറയാനില്ല, അതിട്ട് അറിയില്ല. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതേ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാ, അല്ലാതെ ഇലക്ഷൻ വോട്ട് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല. ഈ സാമാന്യ ബോധം അത് തൊട്ട് തേണ്ടിയിട്ട് പോലില്ലാത്തൊരു കാര്യം. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. പട്ടിണി കിടന്ന് ചാകാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ദാരിദ്ര്യവാസികളെ നീ ഉപദേശിക്കരുത്. വിവരമില്ലാത്ത ആളാ, കണ്ടറിഞ്ഞൂടെ? ഞാൻ തരുന്നതല്ല നിങ്ങൾ വാങ്ങേണ്ടത്, നിങ്ങൾക്ക് വേണ്ടതാണ് ഞാൻ തരേണ്ടത്. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യും. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാച്ചി. നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മുടെ നാട്ടിലുള്ള വികസനങ്ങളുടെ ഒക്കെ പിന്നിൽ കേന്ദ്ര സർക്കാർ തന്നെയാണ്. മോദിജി സ്വപ്നം കണ്ട വികസിത ഭാരതം ഇന്ന് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോദിജി മോദിജിയുടെ വിഷൻ എന്തായിരുന്നോ അത് തന്നെയാണ് നമ്മുടെ 2020യുടെ വിഷൻ. അപ്പൊ നാട് നന്നാക്കാൻ തന്നെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണല്ലേ. അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ്. നമ്മൾ ഇങ്ങളൊരു ബൈക്ക് ആക്കി തരാം. ആ കാര്യം ഞങ്ങളെ ഏറ്റു. മതി ഇനി വിഷയത്തിലേക്ക് കിടക്കാം. ഒന്ന് എന്താന്ന് വെച്ചാല് ഒരു കിഴക്കമ്പലം മോഡൽ നമ്മുടെ ഏറ്റുമാനൂർ കൊണ്ടുവരാം. വെറും വാഗ്ദാനം കിട്ടുകയല്ല, അതുകൂടെ മനസ്സിലായില്ലേ? വരും. ഇപ്പൊ ഞാൻ എന്താ പറയാ, ചുമ്മാ ഒരു വാഗ്ദാനം പോലെ അതേപടി ഞാൻ അതൊന്നും നമുക്ക് നടക്കില്ല. ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. മതി വിച്ചുവേട്ടൻ ഈ ഇലക്ഷൻ ജയിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ജയിക്കും, പക്ഷെ നേരിയ ഭൂരിപക്ഷമായിരിക്കും. അതിപ്പോഴേ പറഞ്ഞേക്കാം. ഒന്നും അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരുന്ന് അങ്ങ് മത്സരിച്ച് തോറ്റമ്പി അങ്ങോട്ട് പോയാ പോരെ? ചുമ്മാ തങ്ങി എന്ന് തോറ്റാ പോരേന്ന്. തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും 10 ഇരട്ടി പ്രതീക്ഷ ഇപ്പൊ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അവരൊക്കെ നമ്മളെ സ്വീകരിച്ചു. വരുന്നിടത്ത് വെച്ച് കാണാം. Okay, then we shall meet at the battlefield, my dear friends.